ഹായ്, ഇത് നമ്മുടെ ഹെയർ കെയറിൻ്റെ ചലഞ്ചിൻ്റെ 2ാം ദിവസമാണ്. ഇത് മുരിങ്ങയില, ഇത് ആര്യവേപ്പില, ഇത് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത ഉലുവയാണ്. അപ്പം ഇവയെല്ലാം ആണ് ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാം ദിവസത്തെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് 2ാം ദിവസമാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആര്യവേപ്പില നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഈ ഉലുവയും കഞ്ഞിവെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് മുരിങ്ങയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇവയുടെ എല്ലാം ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഉലുവയും ഈ ആര്യവേപ്പിലയും ഈ മുരിങ്ങയിലയും എല്ലാം തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ താരൻ എല്ലാം പോകുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് അരച്ചു എന്നുണ്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ട് നമ്മൾ ഒരു നല്ല കോട്ടൺ തുണിയിൽ അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈ മുരിങ്ങയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇത് കിട്ടും. നമ്മുടെ തലയിൽ തേച്ച് പിടിക്കാവുന്ന പോലെ തന്നെ. അപ്പോൾ അധികം കഞ്ഞിവെള്ളം ഒന്നും ഒഴിക്കേണ്ട, നമ്മുടെ മുടിക്ക് അനുസരിച്ച് വേണം ഇതൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ തലമുടി പിടിച്ചിട്ട് നമ്മൾ എത്ര കഴുകിയാലും പോവില്ല. അതുപോലെ തന്നെ ചീപ്പ് കൊണ്ട് ചീവി കഴിഞ്ഞാലും പോവില്ല. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതിങ്ങനെ നമ്മൾ ഈ കോട്ടൺ തുണി ഇച്ചിരിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണകലമുള്ള ഒരു തുണി, നമുക്കത് ഇത് ഇച്ചിരിയുടെ കണ്ണകലമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഉണ്ടോ ഇതുപോലെ കുഴമ്പ് രൂപത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മുടെ തലമുടിയിൽ നല്ലതായിട്ട് തലയോട്ടിയിലുമൊക്കെ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തേക്കാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഫലം കിട്ടുന്നത്. നല്ല മഴ പെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൗണ്ടും കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തലയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. മുടി ഇതുപോലെ തന്നെ ഭാഗത്ത് നല്ലതായിട്ട് നമ്മൾ തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് ഈ മുടിയൊന്ന് കെട്ടി വെക്കണം. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് നന്നായിട്ട് നമ്മുടെ തലയിൽ പിടിക്കട്ടെ. നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഈ മുടി വളരുമോ ഇല്ലയെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഈ താരൻ ഇപ്പം തന്നെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇത് തേച്ചപ്പോൾ തന്നെ താരന് നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത് താരൻ പിന്നെയും വരുമല്ലോ, അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വീണ്ടും തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടിയും നന്നായിട്ട് വളരേണ്ടതുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തേച്ച് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് നല്ലപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരമാണെങ്കിലാകട്ടെ. അപ്പോൾ ഇത് മുടിയുള്ളവർ കാണിക്കുന്നത് പോലത്തെ ഒരു വീഡിയോ അല്ല. മുടിയില്ലാത്ത നമ്മളുടെ മുടി എങ്ങനെ കിളുക്കും എന്ന് നമ്മൾ ശരിയായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഒരു ഉപകാരപ്രദമാകുന്നെങ്കിൽ ആകട്ടെ. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മരുന്നും എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അത് നമ്മൾ തേച്ചാൽ തന്നെ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്കന്ന് അറിയത്തില്ല. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേച്ച് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫലം നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.